ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഗുവാഹത്തിയിലും പശ്ചിമബംഗാളിലും വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാലോചിതമായ പരിഷ്കരണമാണ് വികസിത് ഭാരത് ജി റാംജി ബില്ലെന്ന് പ്രധാനമന്ത്രി. നടൻ ശ്രീനിവാസന് അന്ത്യാഞ്ജലി അർപ്പിച്ച് കേരളം. ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നാളെ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വിധികർത്താക്കളെ വിജിലൻസും പോലീസും നിരീക്ഷിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനത്തോടനുബന്ധിച്ച് നിർമ്മിച്ച ഹെലിപാഡ് തകർന്ന സംഭവത്തിൽ അന്വേഷണം നടത്താൻ പൊതുമരാമത്ത് മന്ത്രിയുടെ ഓഫീസ്. 2026 ICC T20 ക്രിക്കറ്റ് ലോകകപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. മലയാളി താരം സഞ്ജു സാംസണും ടീമിൽ. വാർത്തകൾ വിശദമായി. ഗുവാഹത്തിയിലും പശ്ചിമബംഗാളിലും വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുവാഹത്തിയിലെ ലോകപ്രിയ ഗോപിനാഥ് ബർദോലോയ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 4000 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച അത്യാധുനിക ബാംബു ഓർക്കിഡ് ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. 15,600 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. നേരത്തെ പശ്ചിമബംഗാളിൽ 3,200 കോടി രൂപ ചെലവ് വരുന്ന 2 ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. സാമൂഹിക സംരക്ഷണത്തിൽ നിന്നുള്ള പിന്മാറ്റമല്ല, മറിച്ച് കാലോചിതമായ പരിഷ്കരണമാണ് പുതിയ വികസിത് ഭാരത് റാംജി ബില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബില്ലിന്റെ ലക്ഷ്യങ്ങൾ ഉയർത്തിക്കാട്ടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ എഴുതിയ ഒരു ലേഖനം സമൂഹമാധ്യമത്തിൽ പങ്കിട്ടാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. തൊഴിലുറപ്പ് വർദ്ധിപ്പിച്ച് പ്രാദേശിക ആസൂത്രണം ഉൾപ്പെടുത്തി തൊഴിലാളി സുരക്ഷയെ കാർഷിക ഉൽപാദനക്ഷമതയുമായി സന്തുലിതമാക്കി ഗ്രാമീണ ഉപജീവന മാർഗങ്ങളെ പരിവർത്തനം ചെയ്യാൻ ബിൽ എങ്ങനെ ലക്ഷ്യമിടുന്നുവെന്ന് ലേഖനം ചൂണ്ടിക്കാണിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗുണഭോക്താക്കൾ വാർഷിക തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125 ഉയർത്തിയത് സാധാരണക്കാരായ ജനവിഭാഗങ്ങൾക്ക് വലിയ ആശ്വാസമാകുമെന്ന് ഇടുക്കി കുടയത്തൂർ പഞ്ചായത്തിലെ എവർഗ്രീൻ യൂണിറ്റ് അംഗം പുഷ്പ സുകുമാരൻ പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ കുടയത്തൂർ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് അംഗമാണ് ഞാൻ. 2008 ഞാൻ ഈ തൊഴിലുറപ്പിൽ ഇറങ്ങിയതാണ്. തൊഴിൽ ദിനമാണെങ്കിലും 125 ഇപ്പോൾ ആക്കിയിട്ടുണ്ട്. ഓരോ കുടുംബത്തും ഒത്തിരി ദാരിദ്ര്യങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി കുടുംബക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇത് വലിയൊരു ആശ്വാസമായിട്ടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പാർലമെന്റ് പാസാക്കിയ VBG റാംജി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇന്ന് രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്യും. പരിപാടിയിൽ കേന്ദ്ര സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ജി ഗോപകുമാർ പങ്കെടുക്കും. അന്തരിച്ച നടൻ ശ്രീനിവാസന് അന്ത്യാഞ്ജലി അർപ്പിച്ച് കേരളം. എറണാകുളം ടൗൺ ഹാളിലും അദ്ദേഹത്തിന്റെ കൊച്ചി കണ്ടനാട്ടെ വസതിയിലും പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മമ്മൂട്ടി, മോഹൻലാൽ, കമൽ, സത്യനന്ദിക്കാട്, ദിലീപ് തുടങ്ങി നിരവധി പേർ ടൗൺ ഹാളിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംസ്കാരം നാളെ രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. ഇന്ന് രാവിലെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു 69-കാരനായിരുന്ന ശ്രീനിവാസന്റെ വിടവാങ്ങൽ. ദീർഘനാളായി ചികിത്സയിലായിരുന്നു. സംസ്ഥാനം ക്രിസ്തുമസ് ആഘോഷ ലഹരിയിലേക്ക്. ലോകരക്ഷകന്റെ തിരുപ്പിറവി ആഘോഷത്തിന് നാടെങ്ങും ഒരുക്കമായി. സപ്ലൈകോയുടെ ക്രിസ്തുമസ് പുതുവത്സര ഫെയറുകൾക്കും തിങ്കളാഴ്ച തുടക്കമാകും. വിശദവിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റജു കോലിയക്കോട്. ഈ മാസം 31 വരെ നടക്കുന്ന ക്രിസ്മസ് പുതുവത്സര ഫെയറുകൾ 6 ജില്ലകളിൽ പ്രത്യേകമായി തയ്യാറാക്കിയ സ്ഥലങ്ങളിലാകും നടത്തുക. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനം, കൊല്ലം ആശ്രാമം മൈതാനം, പത്തനംതിട്ട റോസ്മൗണ്ട് ഓഡിറ്റോറിയം, കോട്ടയം തിരുനക്കര മൈതാനം, എറണാകുളം മറൈൻ ഡ്രൈവ്, തൃശൂർ തേക്കിൻകാട് മൈതാനം എന്നിവിടങ്ങളിലാണ് പ്രത്യേക ഫെയറുകൾ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ താലൂക്കുകളിലും സപ്ലൈകോയുടെ ഒരു പ്രധാന വിൽപ്പനശാല ക്രിസ്മസ് ഫെയറായി മാറും. പ്രമുഖ ബ്രാൻഡുകളുടെ 280-ലധികം ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകം ഓഫറുകളും ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് 5 മുതൽ 50% വരെ വിലക്കുറവും നൽകും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിർമ്മിച്ച താൽക്കാലിക ഹെലിപാഡ് തകർന്ന സംഭവത്തിൽ നിർമ്മാണം സംബന്ധിച്ച് അന്വേഷണം നടത്താൻ മന്ത്രി മുഹമ്മദ് റിയാസ് നിർദ്ദേശം നൽകി. വിവരാവകാശ പ്രവർത്തകന്റെ പരാതിയിലാണ് അന്വേഷണം നടത്താൻ മന്ത്രി പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ ഒക്ടോബർ മാസം 22-നാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമല സന്ദർശനത്തിനായി പത്തനംതിട്ടയിലെത്തിയത്. വയനാട് പുൽപ്പള്ളിയിൽ കാപ്പി സെറ്റ് ചെത്തിമറ്റത്ത് കടുവ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ദേവർഗദ്ദ ഉന്നതിയിലെ കൂമനാണ് കൊല്ലപ്പെട്ടത്. പുഴയോരത്ത് നിന്ന് കടുവ പിടികൂടി കാട്ടിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോവുകയായിരുന്നു. അധികൃതരുടെ അനാസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിക്കാതെ നാട്ടുകാർ പ്രതിഷേധിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഭാരതീയ വൈജ്ഞാനിക മൂല്യങ്ങളിലെ പ്രധാന ബിംബമായ ധർമ്മ ഇന്ത്യൻ ഭരണഘടനയിലുടനീളം വ്യാപൃതമാണെന്ന് നിയമ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. ആധുനിക സാങ്കേതിക മുന്നേറ്റത്തിലും ഇത് മാറ്റമില്ലാതെ തുടരുന്നതായും അദ്ദേഹം പറഞ്ഞു. ലോക്ഭവനിൽ സംഘടിപ്പിച്ച ഭാരതീയ വൈജ്ഞാനിക സമ്പ്രദായവും ഭരണഘടനയും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. പ്രഭാഷണ പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ നിലവിലെ ഭരണസമിതികളുടെ കാലാവധി ഇന്ന് അവസാനിക്കും. തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. പുതിയ ഭരണസമിതികളും നാളെ ചുമതലയേൽക്കും. ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും ജില്ലാ കളക്ടർമാരുടെയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വരണാധികാരികളുടെയും മുൻപാകെ മുതിർന്ന അംഗമാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ മാസം 26, 27 തീയതികളിലാണ്. ജനുവരി 14 മുതൽ 18 വരെ തൃശൂർ ജില്ലയിൽ നടക്കുന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഔദ്യോഗിക ലോഗോയും കലോത്സവ ഷെഡ്യൂളും മന്ത്രി കെ രാജന് കൈമാറി മന്ത്രി വി ശിവൻകുട്ടി പ്രകാശനം ചെയ്തു. പന്തൽ കാൽനാട്ട് കർമ്മവും തേക്കിൻകാട് മൈതാനത്ത് മന്ത്രി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. പൂർണ്ണമായും പരാതിരഹിത മേളയാക്കി മാറ്റാനാണ് ആഗ്രഹിക്കുന്നതെന്നും സ്കൂൾ കലോത്സവം വിലയിരുത്തുന്ന 400ഓളം വിധികർത്താക്കൾ വിജിലൻസിന്റെയും പോലീസിന്റെയും നിരീക്ഷണത്തിലായിരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. 2026 ICC T20 ക്രിക്കറ്റ് ലോകകപ്പിനായുള്ള 15-അംഗ ഇന്ത്യൻ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. സൂര്യകുമാർ യാദവാണ് ക്യാപ്റ്റൻ, അക്ഷർ പട്ടേൽ വൈസ് ക്യാപ്റ്റൻ. മലയാളി താരം സഞ്ജു സാംസണും ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 2026 ഫെബ്രുവരി 7 മുതൽ മാർച്ച് 8 വരെയാണ് മത്സരങ്ങൾ നടക്കുക. മണ്ഡലകാല സമാപനത്തിന് ഒരാഴ്ച മാത്രം ശേഷിക്കെ ശബരിമല സന്നിധാനത്ത് തിരക്ക് തുടരുന്നു. 18ാം പടി, സോപാനം, തിരുമുറ്റം, മാളികപ്പുറം എന്നിവിടങ്ങളിൽ മൊബൈൽ ഫോണും മറ്റ് ക്യാമറകളും ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ ചിത്രീകരിക്കുന്നതിനും പോലീസ് കർശന വിലക്ക് ഏർപ്പെടുത്തി. ശബരിമലയിൽ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ നിന്നുള്ള ഒരു കൂട്ടം യുവാക്കൾ നടത്തുന്ന സന്നദ്ധ സേവനം അയ്യപ്പ ഭക്തർക്ക് അനുഗ്രഹമാകുന്നു. ടീം ലീഡർ ജിനീഷ് ശ്രീനിവാസിന്റെ നേതൃത്വത്തിലുള്ള 68 പേരുടെ സംഘമാണ് ശബരിമലയിൽ ശാരീരിക ബുദ്ധിമുട്ടുള്ളവരെ സ്ട്രെച്ചറിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നത്. കഴിഞ്ഞ 6 വർഷത്തിലധികമായി സൌജന്യ സേവനത്തിനായി തങ്ങളുടെ ടീം ശബരിമലയിൽ എത്തുന്നതായി ജിനീഷ് ശ്രീനിവാസൻ പറഞ്ഞു. ഞങ്ങളെല്ലാവരും നീലഗിരി ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. എല്ലാ മണ്ഡലകാലത്ത് ഫ്രീ സർവീസാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെ മെയിൻ പണി പറഞ്ഞാൽ സ്ട്രെച്ചർ വർക്കാണ്. നമ്മൾ നീലിമല, അപ്പാച്ചിമേട്, ശരംകുത്തി, സന്നിധാനം ഇങ്ങനെ എല്ലാ സ്ഥലത്തും നമ്മളെ ടീം വർക്ക് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ടീമായിട്ട് തരം തിരിഞ്ഞ് നമ്മൾ ഒരു 7 പേരെ വെച്ച് പിരിച്ചിട്ടാണ് നമ്മൾ ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ടീമും ഇങ്ങനെ മാറി മാറി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇത്രയും പേര് നമ്മൾ വർക്ക് ചെയ്യുന്ന കാരണം പറഞ്ഞാൽ ആർക്കും ജോലിയും കൂലി ഇല്ലാത്ത ആൾക്കാരല്ല, എല്ലാവർക്കും ജോലിയുള്ള ആൾക്കാരാണ്. പക്ഷേ ഈ മണ്ഡലകാലം വരുമ്പോൾ നമ്മൾ കൂലിയൊന്നും ഇല്ലാതെ നമ്മളെ ശരീരത്തിന് പറ്റുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുത്തിട്ട് ഇത്രയും പേര് നമ്മൾ കൊണ്ടു നടത്താനും ഭക്ഷണത്തിന്റെ കാര്യം ഒക്കെ നമ്മളായിട്ട് തന്നെ നോക്കി നടത്തി കൊണ്ടുപോകാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ട്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. സിനിമ ടൂറിസം പദ്ധതികൾ കേരളത്തിന്റെ ടൂറിസം പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. സംവിധായകൻ മണിരത്നം, നടി മനീഷ കൊയ്രാള, ഛായാഗ്രാഹകൻ രാജീവ് മേനോൻ എന്നിവർക്കൊപ്പം ബേക്കൽ കോട്ട സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബോംബെയിലെ ഗാനരംഗങ്ങൾ ചിത്രീകരിച്ച ബേക്കൽ കോട്ടയെ സിനിമാ പ്രേക്ഷകർക്കിടയിൽ പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം പ്രദേശത്തെ സിനിമ ടൂറിസം സാധ്യതകൾ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗുവഹാത്തിയിലും പശ്ചിമബംഗാളിലും വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാലോചിതമായ പരിഷ്കരണമാണ് വികസിത് ഭാരത് ജി റാംജി ബില്ലെന്ന് പ്രധാനമന്ത്രി. നടൻ ശ്രീനിവാസന് അന്ത്യാഞ്ജലി അർപ്പിച്ച് കേരളം. ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നാളെ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വിധികർത്താക്കളെ വിജിലൻസും പോലീസും നിരീക്ഷിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനത്തോടനുബന്ധിച്ച് നിർമ്മിച്ച ഹെലിപാഡ് തകർന്ന സംഭവത്തിൽ അന്വേഷണം നടത്താൻ പൊതുമരാമത്ത് മന്ത്രിയുടെ ഉത്തരവ്. 2026 ICC T20 ക്രിക്കറ്റ് ലോകകപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. മലയാളി താരം സഞ്ജു സാംസണും ടീമിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.